എല്ലാവർക്കും നമസ്കാരം. കാർക്കടുവയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പരിചയപ്പെടുത്തുന്ന വാഹനം മഹീന്ദ്ര XUV 300 പെട്രോൾ വെർഷൻ. താഴെ നീളമുള്ള കാറുകളാണ് ഇപ്പോൾ ഇന്ത്യൻ റോഡുകളിലെ സൂപ്പർ സ്റ്റാറുകൾ. സത്യത്തിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൊക്കെ യാത്ര ചെയ്യാനും ഡ്രൈവ് ചെയ്യാനും ഒക്കെ ഏറ്റവും കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ അല്പം പൊക്കമുള്ള വാഹനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു കോൺഫിഡൻസും റെസ്പെക്റ്റും ഒക്കെ കിട്ടും. അപ്പം അത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യൻ വാഹന ലോകം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര XUV 300. മഹീന്ദ്ര XUV 300 എന്ന് എടുത്തു പറയുന്നതിൻ്റെ ഒരു കാരണം, പലരും ഇതിനെ തെറ്റായിട്ട് മഹീന്ദ്ര XUV 300 എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. കൊറിയൻ കമ്പനിയായ സാങ്യോങ്ങിന്റെ ടിവോലി എന്ന ഗ്ലോബൽ മോഡലിൽ ഇന്ത്യക്കാർക്ക് ആവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തി മഹീന്ദ്ര ഡിസൈൻ ചെയ്ത വാഹനമാണ് XUV 300. മാരുതി ബ്രസ, ഹുണ്ടായി വെനു, ടാറ്റ നെക്സോൺ, കിയ സോണറ്റ്, ഫോർഡ് എക്കോസ്പോർട്ട്, ടൊയോട്ട അർബൻ ക്രൂസർ എന്നിവയാണ് ഈ സെഗ്മെന്റിലെ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ്. സേഫ്റ്റിയുടെ കാര്യത്തിലും ഇന്നോവേറ്റീവ് ഫീച്ചറിന്റെ കാര്യത്തിലും ബെസ്റ്റ് ഇൻ സെഗ്മെന്റ്, ചെറിയ SUV വിഭാഗത്തിലെ ഏറ്റവും സേഫായ വാഹനം എന്ന സർട്ടിഫിക്കറ്റ്, അതായത് അഡൽട്ട് സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗ്, ചൈൽഡ് സേഫ്റ്റിയിൽ 4 സ്റ്റാർ റേറ്റിംഗ്. സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയിരിക്കുന്ന മഹീന്ദ്ര 7 എയർ ബാഗുകളാണ് നൽകിയിരിക്കുന്നത്. ഈ സെഗ്മെന്റിൽ 7 എയർ ബാഗുള്ള ഏക മോഡൽ. ഫ്രണ്ട്, സൈഡ് കർട്ടൻ എയർ ബാഗ്സും ഡ്രൈവറുടെ മുട്ട് സംരക്ഷിക്കാൻ ഒരു എയർ ബാഗുമാണ് ഇതിലുള്ളത്. ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഭംഗിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ സ്പോട്ടി ലുക്ക് അല്ലെങ്കിൽ ഹെഡ് ടേണർ ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ മഹീന്ദ്ര ഈ ഡിസൈൻ ബ്രില്യൻസ് എങ്ങനെയാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂവിലാണെങ്കിൽ മഹീന്ദ്രയുടെ ലോഗോ പ്ലേസിംഗ് വളരെ പ്രോമിനൻ്റ് ആണ്. നല്ല വീതിയുള്ള കാർ എന്ന് ശരിക്കും ഫീൽ ചെയ്യുന്നതാണ് ഈ XUVയുടെ മുൻഭാഗം. വശങ്ങളിലേക്ക് വലിച്ചു നീട്ടിയ പോലുള്ള ഒരു ഹെഡ്ലൈറ്റും പരന്ന ക്രോം ഗ്രില്ലും ഒക്കെ നല്ല റോഡ് പ്രസൻസ് ആണ് നൽകുന്നത്. അതുപോലെ തന്നെ LED ഡേ ടൈം ലാമ്പ് ഇങ്ങനെ താഴേക്ക് ഫോഗ് ലാമ്പ് വരെ നീളുന്നു. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് ഭംഗിയുണ്ട്. ഭംഗി മാത്രമല്ല, അതിൻ്റെ ഒരു നല്ല യൂട്ടിലിറ്റിയും ഒപ്പം ഇതിൻ്റെ സ്പോട്ടി ലുക്കിനെ ഇത് സത്യത്തിൽ ഒരുപാട് കോംപ്ലിമെന്റ് ചെയ്യുന്നു. സൈഡിലേക്ക് നോക്കുമ്പോൾ 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽ നമ്മളെ വല്ലാണ്ട് ഇംപ്രസ് ചെയ്യും. ട്രൂലി സ്പോട്ടി എന്ന് തന്നെ പറയാം. SUV ലുക്ക് വളരെ നന്നായി ബൂസ്റ്റ് ചെയ്യാൻ സൈഡിൽ പ്ലാസ്റ്റിക് ക്ലാഡിങ് നൽകിയിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ ടോണിലുള്ള ഒരു ക്ലാസി റൂഫ് റെയിലാണ് നമുക്കിതും കാണാം. ബാക്ക് സൈഡിലെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ഒടിവുകളും മടക്കുകളും ഒക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ മഹീന്ദ്ര നൽകിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടമാവുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ടെയിൽ ലാമ്പ് തന്നെയാണ്. അതിനൊരു LED സ്ട്രിപ്പ് നൽകിയിട്ടുണ്ട്. കിളിയുടെ ചുണ്ടിൻ്റെ ഷേപ്പിലാണ് ഈ ഡിസൈൻ. ഈ സെഗ്മെൻറ്റിലെ ബാക്കിലും ഫോഗ് ലാമ്പുള്ള ഏക വാഹനം കൂടിയാണ്. രാത്രിയിലും മഞ്ഞിലും ഒക്കെയുള്ള യാത്രകളിൽ നമുക്കിത് പിന്നെ വളരെ ഉപകാരവും നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ അളവുകൾക്ക് വലിയ വലിയ പങ്കുണ്ട്. അതായത് ഈ മഹീന്ദ്ര XUV 300യുടെ നീളം എന്ന്
പറയുന്നത് 4 മീറ്ററിന് 5 മില്ലിമീറ്റർ മാത്രം കുറവാണ്. അത് ഈ സെഗ്മെന്റിൽ മിക്ക മോഡലുകളുടെയും രീതിയാണ്. 4 മീറ്ററിൽ താഴെ എന്ന നിയമം പാലിക്കാൻ 5 മില്ലിമീറ്റർ കുറയ്ക്കുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വീതി ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ് 1821 മില്ലിമീറ്റർ. ഇതിന്റെ കൂടെ ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് 2600 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. ഈ വീൽ ബേസും വീതിയുമാണ് വാഹനത്തിന് ഇത്രയും ഉള്ളിലെ സ്പേസ് നമുക്ക് പിന്നീട് അതിൻ്റെ ഇൻറ്റീരിയർ കാണുമ്പോൾ മനസ്സിലാവും, ഭയങ്കരമായിട്ട് സ്പേസി ആയിട്ട് തോന്നും. അത് നിർണ്ണയിക്കുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇത്. നമുക്കിനി ഇതിൻ്റെ എൻജിൻ വിശേഷങ്ങളിലേക്ക് പോകാം. 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന്. 110 ഹോഴ്സ് പവർ കരുത്തുണ്ട്. അതുമാത്രമല്ല 200 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് ഉണ്ട്. സിമ്പിളായി പറഞ്ഞാൽ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ പുള്ളിംഗ് ഉള്ള വാഹനമാണിത്. അപ്പം എന്നെ പോലുള്ള ഒരു ഡ്രൈവർക്കും അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഓവർടേക്കിംഗ് ഇങ്ങനെയൊക്കെ ഇത് വലിയ ഒരു കോൺഫിഡൻസ് നൽകും. ഭയങ്കര പുള്ളിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ വലുതായി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കാരണം, അധികം പൊക്കമില്ലാത്ത കക്ഷി ആയതുകൊണ്ട് എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. സ്റ്റിയറിംഗും അഡ്ജസ്റ്റബിൾ ആണ്, പിന്നെ സീറ്റും അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം ഈ സെഗ്മെന്റിൽ ഈ വിലയ്ക്ക് കിട്ടുന്ന ഒരു വാഹനത്തിൽ ഇതെല്ലാം വളരെ നന്നായിട്ട് തന്നെ മഹീന്ദ്ര പിന്നെ ക്ലബ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് സ്റ്റിയറിംഗ് സിസ്റ്റമാണ് ഇതിന്. സ്റ്റിയറിംഗ് ഫീൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ക്രമീകരിക്കാം. അപ്പം നമ്മളുടെ മൂഡ് അനുസരിച്ചിട്ട്, നമ്മൾ പോകുന്ന പിന്നെ റോഡ് അനുസരിച്ചിട്ടൊക്കെ ഇത് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഈ വാഹനം ഓടിക്കുന്നത് കൊച്ചിയിലെ തിരക്കുള്ള ഇതിലൂടെയും കുറച്ച് ഇടുങ്ങിയ വഴികളിലൂടെയും ഒക്കെയാണ്. അപ്പോൾ 3 മോഡുകളിൽ ഇതിന് സ്റ്റിയറിംഗ് മോഡുകളുണ്ട്. അതൊന്ന് കംഫർട്ടും നോർമൽ ആൻഡ് സ്പോർട്ട് മോഡാണുള്ളത്. ഡാഷ് ബോർഡിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒരു ഡ്യുവൽ ടോൺ നൽകിയിരിക്കുന്നു. അത് സിംപ്ലി അട്രാക്റ്റീവ് ബ്ലാക്ക് ആൻഡ് ബീച്ച് കളറിൻ്റെ ഒരു കോംബോയാണ് നമ്മളിവിടെ കാണുന്നത്. സ്റ്റിയറിംഗ് മൗണ്ടഡ് ഫോൺ, ഓഡിയോ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾസ് ഒക്കെ അതും കൊള്ളാം. ഇപ്പം ഒരു ഫുൾ ഡേ ഞാനിത് ഓടിച്ചു നോക്കി ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, ഇതിൻ്റെ ലൈറ്റ് ക്ലച്ചാണ്, അതുപോലെ സ്മൂത്ത് ഗിയർ ഷിഫ്റ്റ് ആണ് SUV-ക്ക്. അപ്പം ചെറിയ RPM-ൽ തന്നെ നല്ല കരുത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തിരക്കിലായാലും ഹൈവേയിലായാലും ഓവർടേക്കിങ്ങിലായാലും ഒക്കെ നല്ല പവറും ലഭിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു വിമൺ ഡ്രൈവർ എന്നുള്ള ലെവലിൽ എന്നെ ഇംപ്രസ് ചെയ്ത ഒരു കാര്യം ഇതിൻ്റെ ടച്ച് സ്ക്രീൻ ഫെസിലിറ്റിയാണ്. ഡാഷ്ബോർഡിൽ അത് 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വളരെ വളരെ യൂസ്ഫുള്ളായ ഫീച്ചേഴ്സാണ്. അതിൽ GPS ഉണ്ട്, പിന്നെ ആൻഡ്രോയിഡ് കണക്ടിവിറ്റി ഉണ്ട്, വെഹിക്കിൾ ഇൻഫർമേഷൻ ഡിസ്പ്ലേ, എങ്ങനെ എല്ലാം ഉണ്ട്. മാനുവൽ ഗിയർ ആണ്. നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ഒന്ന് കാണിക്കാനാണ്. Please select the parking mode if you need assistance. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഇതിൽ ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസർ ഉണ്ട്. ഇതിൻ്റെ ഗുണം പാർക്കിങ്ങിൽ മുൻഭാഗം എവിടെയും തട്ടാതിരിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ഇടുങ്ങിയ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഇത് വല്ലാണ്ട് ഗുണം ചെയ്യുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലെ ഡിസ്പ്ലേയിൽ ടയർ ഡയറക്ഷൻ അതുപോലെ തന്നെ കാണാം. അതുപോലെ തന്നെ ടച്ച് സ്ക്രീനിൽ ടയറിൻ്റെ പ്രഷർ അറിയാം. ഇപ്പം നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാം, ഈ വാഹനം ഓടിക്കുന്ന മിക്കവരോടും റോഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഫ്രണ്ടിൽ പിന്നെ ടയറിന് പിന്നെ എയർ ഇല്ല എന്നൊക്കെ പറയുമ്പോഴായിരിക്കും നമ്മളത് അറിയുന്നത്. ഇതിപ്പോൾ 4 ടയറിലെയും പ്രഷർ അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോഴൊക്കെ ടയറിൻ്റെ ഡയറക്ഷൻ, ഇപ്പം ഞാനൊക്കെ പറയുകയാണെങ്കിൽ പലപ്പോഴും പാർക്ക് ചെയ്തതിന് ശേഷം ടയറിൻ്റെ ഇത് ശരിയല്ലെങ്കിൽ രണ്ടാമത് പോയിട്ടൊക്കെ കറക്റ്റ് ചെയ്ത് ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾക്കില്ലാത്ത കുറേ യൂട്ടിലിറ്റി നൽകുന്ന ഫീച്ചറുകൾ തന്നെയാണ്.
ഇതിൻ്റെ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യത്തിൽ മറ്റേ എടുത്തു പറയാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 വീലിലുമുള്ള ഡിസ്ക് ബ്രേക്ക് സിസ്റ്റമാണ്. അതായത് SUV 300 സേഫസ്റ്റ് വെഹിക്കിൾ ഇൻ ദി കാറ്റഗറി ആക്കുന്നതിൽ ബ്രേക്കിംഗ് സിസ്റ്റത്തിന് സത്യത്തിൽ വലിയ പങ്കാണുള്ളത്. വണ്ടിയുടെ ഉള്ളിലെ സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഡോറിലും അവർ ബോട്ടിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടിപർപ്പസ് സെൻട്രൽ കൺസോൾ സ്റ്റോറേജ് ഉണ്ട്. ഡാഷ് ബോർഡിന് തൊട്ട് മുകളിലും ഒക്കെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു റസ്റ്റിക് ഫീലും നമുക്ക് കാണാനുണ്ട്. ഇന്റീരിയറിലെ ഏറ്റവും ഒരു എസ്തെറ്റിക് ലുക്ക് എന്ന് പറഞ്ഞാൽ ബീജിനോടും വൈറ്റിനോടും ചേർന്ന് നിൽക്കുന്ന ഒരു ലൈറ്റ് ഗ്രേ, വളരെ ലൈറ്റ് ഗ്രേ കളറിലുള്ള ഈ സീറ്റ് കവറാണ്. സീറ്റിലേക്കൊക്കെ എയർ ബാഗ് ഉള്ളത് കൊണ്ട് സീറ്റ് കവർ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഇത് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമാണ് ഈ ഭംഗി. ചിലപ്പോൾ ഒരു ഫേസ്ബുക്ക് ചലഞ്ച് തന്നെ ഈ വാഹനം വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ സൂക്ഷിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ഭംഗിയിലാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ വളരെ രസകരമാണ്. എനിക്ക് ഇൻറ്റീരിയറിൽ ഇത്രയും സ്പേസ് തോന്നിക്കുന്നതും എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ കോമ്പിനേഷൻ്റെ ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. ഡ്യുവൽ സോൺ AC ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഒരാൾക്ക് കോ ഡ്രൈവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു ഉപകാരമുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ എനിക്ക് തണുപ്പ് കൂടുതൽ വേണമെങ്കിൽ എൻ്റെ ഇതനുസരിച്ച് എനിക്ക് സെറ്റ് ചെയ്യാം. എൻ്റെ കോ ഡ്രൈവർക്ക് അതല്ല ഇപ്പോൾ കുറച്ച് തണുപ്പ് കുറവ് മതിയെങ്കിൽ അതിനുള്ള ഇതുണ്ട്. ഇതിന് പ്രത്യേക മോഡുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മോഡുകളും സെപ്പറേറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സെഗ്മെൻറ്റിൽ മറ്റൊരു വാഹനത്തിലും കാണാത്ത ഒരു പ്രത്യേകതയാണ് ഇത്. അതായത് ബെസ്റ്റ് ഇൻ ഫീച്ചേഴ്സ് എന്ന് തന്നെ നമുക്കത് പറയാൻ പറ്റും. ലെഗ് സ്പേസും ഹെഡ് റൂമും ഇതുമൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനൊരു ചെറിയ കക്ഷിയാണ്. അപ്പം എന്നെ വെച്ചിട്ട് ഒരിക്കലും അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ടീംമേറ്റ് ആയിട്ടുള്ള പ്രശാന്ത് നായർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ബാക്ക് സീറ്റിലൊന്ന് ഇരുത്തി നോക്കാം. ബാക്ക് സീറ്റിലെ ലെഗ് സ്പേസ് നിങ്ങൾ കണ്ടു കാണും. ഏകദേശം നല്ല റിലാക്സ് ചെയ്തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ 3 പേർക്ക് സുഖമായിട്ട് തന്നെ ബാക്കിലിരിക്കാം. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ തലയിൽ നമ്മളിപ്പോൾ ബമ്പറിലൊക്കെ ചാടുമ്പോഴുള്ള ഒരു ഹെഡ് റൂം നല്ല ഡിസ്റ്റൻസിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഡിക്കി തുറന്നു വെച്ചിരിക്കുന്നു. ഇനി ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ചിലരെങ്കിലും പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ ന്യൂനത എന്ന് പറയുന്നത് ഒരു വലിയ ഫാമിലിക്ക് ഒരു ആഴ്ച യാത്ര പോകാനൊക്കെ ഉള്ള ഒരു സാധനങ്ങളുണ്ടെങ്കിൽ ബൂട്ട് സ്പേസ് വളരെ കുറവാണെന്നുള്ള ഒരു ഇത്. അപ്പം നമുക്കിപ്പോൾ 2 യാത്രക്കാരുണ്ടെങ്കിൽ അതിൽ ഒരു സീറ്റ് മാത്രം മറിച്ചിടാം. അതല്ല ബാക്കിൽ ഒരു യാത്രക്കാർ മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇത് മറിച്ചിടാം. ഇതിപ്പം സീറ്റ് നമ്മൾ അങ്ങോട്ട് മറിച്ചിട്ടപ്പോൾ ഒരു 2 ലെവലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് കൂടുതൽ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ആ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ട്രേ നമ്മൾ ഈസി ആയിട്ട് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈസി ആയിട്ട് അതങ്ങോട്ട് വെക്കുമ്പോൾ ഒരു നല്ല സ്പേസ്, അതായത് ബൂട്ട് സ്പേസ് നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഒരു ഏകദേശം ഇത്രയും ഏരിയ കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുഞ്ഞു 2-3 എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, മഹീന്ദ്ര ഈ SUV 300 പെട്രോൾ വെർഷന് ഒരു ഓട്ടോമാറ്റിക് സംഗതി വെർഷനും കൂടി കൊടുക്കാമായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഒരു ഫാമിലി കാർ എന്നുള്ള നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ഇതിനകത്ത് ഈ ബൂട്ട് സ്പേസിൻ്റെ ഒരു ചെറിയ ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. മഹീന്ദ്ര XUV 300യെ പറ്റി ചുരുക്കി പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത് സേഫാണ്, സ്പോർട്ടിയാണ്, സ്പേഷ്യസ് ആണ്, ഒപ്പം വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ കാർക്കടുവയുടെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷനും സപ്പോർട്ടും എല്ലാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.